വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഫിലോസഫിയുടെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, ആളുകളുടെ സമീപന രീതികൾ മാറുന്നു, ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന കാഴ്ചപ്പാട് മാറുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പുരാണ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള, പൗരാണിക കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഒരാൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? മാറ്റങ്ങൾ കണ്ട് ചിലപ്പോൾ ബോധം കെട്ട് വീഴാനുള്ള സാധ്യത പോലുണ്ട്. അത്രയേറെ മാറ്റങ്ങളാണ് നമ്മുടെ കാഴ്ചപ്പാടിലും ജീവിത രീതിയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു മാറ്റം വിദ്യാഭ്യാസ രംഗത്തും പ്രതിഫലിക്കുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിലായി അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ബോധനശാസ്ത്രത്തിലും അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും അതൊരു യാത്രയാണ്. പൗരാണിക കാലഘട്ടത്തിൽ തുടങ്ങി ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു യാത്ര. നമുക്ക് ഒന്ന് പഴയ കാലഘട്ട ക്ലാസ് റൂമിൽ നിന്നും പുതിയ കാലത്തിലെ ക്ലാസ് റൂമിലേക്ക്. പഴയ കാലഘട്ട ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായ വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു അധ്യാപക കേന്ദ്രീകൃത ക്ലാസ് റൂമിൽ നിന്നും വളരെ ഡൈനാമിക് ആയിട്ടുള്ള, വളരെ ചലനാത്മകമായിട്ടുള്ള, തികച്ചും ശിശു കേന്ദ്രീകൃതമായ ഒരു ആധുനിക ക്ലാസ് റൂമിലേക്കുള്ള യാത്ര. ഈ യാത്രയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ബോധന രീതിയിലും മറ്റും ഉണ്ടായിട്ടുള്ളത് എന്നാണ്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ? നമുക്കൊരു താരതമ്യ പഠനം നടത്തി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, പണ്ടുണ്ടായിരുന്നത് നേരത്തെ തീരുമാനിച്ചുറക്കപ്പെട്ട, നേരത്തെ പ്രിപ്പയർ ചെയ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കപ്പെടുന്ന, കാര്യങ്ങൾ മാത്രം ആശയവിനിമയം നടത്തപ്പെടുന്ന തികച്ചും അധ്യാപക കേന്ദ്രീകൃതമായ ഒരു ക്ലാസ് റൂമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ശിശു കേന്ദ്രീകൃതമായ ഒരു ക്ലാസ് റൂമാണ്. ഈ ക്ലാസ് റൂമിൽ ഒരു പ്രത്യേകത ഫ്ലെക്സിബിൾ ആണ് എന്നതാണ്. അഥവാ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ക്ലാസ് റൂമിലുള്ള ബോധന രീതികളും മറ്റെന്തെയും മാറിക്കൊണ്ടിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നത് അധ്യാപകൻ ചില റെഫറൻസ് പുസ്തകങ്ങൾ വായിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, ക്ലാസ് റൂമിലേക്ക് വരുന്നു, താൻ എന്താണോ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് മാത്രം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവിടെ ചോദ്യങ്ങളില്ല, മറുപടികളില്ല, ഒന്നുമില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ വളരെ അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള, അധ്യാപകൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കപ്പെടുന്ന ഒരു ക്ലാസ് റൂം ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്നാണ് ആധുനിക വിദ്യാഭ്യാസ ചിന്തകന്മാർ വിമർശനാത്മകമായി പറയുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശിശു ക്ലാസ് റൂമിൻ്റെ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞു. ശിശുവാണ് ക്ലാസ് റൂമിൻ്റെ കേന്ദ്രബിന്ദു. ഇവിടെ ചോദ്യങ്ങളുണ്ട്. അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും ചോദ്യം വരാം. ചോദ്യം വരുമ്പോൾ താൻ നേരത്തെ പ്രിപ്പയർ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ പോയിന്റുകൾ പറയേണ്ടി വരും. ഫ്ലെക്സിബിളാണ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ക്ലാസ് എടുക്കുന്ന രീതിയൊക്കെ മാറ്റേണ്ടി വരും.
ക്ലാസ്സിൽ കയറി ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ നമുക്കിന്നത് ഒരു കഥ പറയാം എന്ന് പറയുകയാണെങ്കിൽ, നേരത്തെ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന അധ്യാപകൻ ചിലപ്പോൾ കഥ പറയുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു വലിയൊരു മാറ്റമാണ്. പണ്ട് ടീച്ചർ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തീരുമാനിച്ചുറക്കപ്പെട്ട കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ നൽകുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു. അവിടെ കുട്ടിയുടെ കഴിവ് കണ്ടെത്തലോ അല്ലെങ്കിൽ കുട്ടിയുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു എന്നാണ്. എന്നാൽ ഇക്കാലത്ത് അധ്യാപകൻ ഒരു ഫെസിലിറ്റേറ്ററായി മാറും, ഒരു സൗകര്യദാതാവായി മാറും. കാരണം വിദ്യാഭ്യാസത്തിന്റെ ഡെഫിനിഷൻ മാറി. അത് ഇമ്പാർട്ടിംഗ് നോളജാണ്. പരമാവധി വിജ്ഞാനം പകർന്നു നൽകലാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നും മാറി ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന, ഒരു കുട്ടിയുടെ ഉള്ളിൽ നൈസർഗികമായി കിടക്കുന്ന, ഒരു കുട്ടിയുടെ ഉള്ളിൽ ജന്മനാ കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അത് വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വന്നു. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും കുട്ടിയുടെ ഈ കഴിവുകൾ കണ്ടെത്തി വികസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു സൗകര്യദാതാവായി ആധുനിക ക്ലാസ് റൂമിലെ അധ്യാപകൻ മാറിയിരിക്കുന്നതായി നമ്മൾ പറയേണ്ടി വരും. ഇതൊരു വലിയ മാറ്റമാണ്. പണ്ട് അധ്യാപകൻ ഒരു അപരിചിതനെ പോലെയാണ്. അപരിചിതനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠന പ്രവർത്തനത്തിൽ അധ്യാപകൻ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടി പഠിക്കുക എന്നൊരു ചെയ്തു. അധ്യാപകൻ എപ്പോഴും കുട്ടികളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു. അധ്യാപകൻ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ ഇന്ന് അധ്യാപകൻ ഒരു സഹപഠിതാവായി മാറിയിരിക്കുകയാണ്. കുട്ടിയുടെ പഠന പ്രവർത്തനത്തിൽ അധ്യാപകനും പങ്കാളിയാണ്. കാരണം ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ വരുന്നു, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നു, പുതിയ പുതിയ തിയറികൾ വരുന്നു. ഇപ്പൊ സ്വാഭാവികമായും അധ്യാപകൻ അത് പഠിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോഴേക്കും താൻ തലേ ദിവസം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള തിയറിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. ആ പുതിയ മാറ്റം കുട്ടിക്ക് അറിയാമായിരിക്കും. അങ്ങനെ അധ്യാപകൻ പഠിപ്പിക്കുന്ന സമയത്ത് സർ അതല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകനൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാകും. കാലഘട്ടം ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാന്തങ്ങൾ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, തിയറികൾ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാഴ്ചപ്പാടുകൾ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അധ്യാപകനും പഠിച്ചുകൊണ്ടിരിക്കണം. കുട്ടിയോടെ കൂടെ പഠിക്കുന്ന ഒരു സഹപഠിതാവായി അധ്യാപകൻ മാറേണ്ട ഒരു അവസ്ഥ, ആ ഒരു മാതൃകയാണ് ആധുനിക ലോകത്ത്, ആധുനിക ക്ലാസ് റൂമിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പണ്ട് ക്ലാസ് റൂമിൽ കുട്ടി ഒരു നിശബ്ദ കേൾവിക്കാരനായിരുന്നു. എന്നാൽ ഇന്നത് മാറി. കുട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലാസ് റൂമിൽ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. പോളോ ഫ്രിയറിയെ പോലുള്ള ആളുകളൊക്കെ ഇതിനെ വളരെയധികം വിമർശിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ ഔപചാരിക ക്ലാസ് റൂമിൽ കുട്ടി ഒരു അവസരവും ലഭിക്കാതെ, തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ അവസരം ലഭിക്കാതെ, തൻ്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ അവസരം ലഭിക്കാതെ, ടീച്ചർ പറയുന്നത് മാത്രം കേട്ട് ക്ലാസ്സിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒന്നും അവന് പറയാൻ സാധിക്കുന്നില്ല. അവൻ ഒരു ഒഴിഞ്ഞ പാത്രമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അതിലേക്ക് ഇങ്ങനെ നോളജിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ശകലങ്ങൾ, വിജ്ഞാനത്തിൻ്റെ കൂട്ടം, വിജ്ഞാനത്തിൻ്റെ ഒരുപാട് ശേഖരങ്ങൾ നിറക്കുന്ന ഒരു ആളാണ് അധ്യാപകൻ. പണ്ട് ആളായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ഇന്ന് കുട്ടി ഒരു പാസീവ് ലിസണറല്ല. കുട്ടി സജീവമായി ക്ലാസ് റൂമിൽ ഇടപെടുന്ന ഒരാളാണ്. അധ്യാപകൻ ഒരു കാര്യം പറയുമ്പോൾ, സംശയം വരുമ്പോൾ ചോദിക്കുന്ന, ക്ലാസ് റൂമിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന,
തൻ്റെ കൂട്ടുകാരുമായി ക്ലാസ് റൂമിൽ ചർച്ചകൾ നടത്തുന്ന ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അതാണ് ഇന്നത്തെ ക്ലാസ് റൂമിൽ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് ആളുകൾ പറയുന്നതാണ്, പണ്ട് വിഷയകേന്ദ്രീകൃതമായിരുന്നു ബോധനം, എന്നാൽ ഇന്ന് അത് പ്രവർത്തന കേന്ദ്രീകൃതമാണ്. രണ്ടും രണ്ടാണ്. വിഷയകേന്ദ്രീകൃതമാകുമ്പോൾ ഒരു വിഷയം പഠിപ്പിക്കുക, അത് എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക, പോർഷൻ തീർക്കുക, തനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങൾ പരമാവധി സമയത്തിനുള്ളിൽ തീർക്കുക എന്നൊരു രീതിയിലേക്ക് മാറി. എന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. അപ്പൊ അധ്യാപകൻ പുസ്തകം വായിക്കുന്നു, പരമാവധി നോട്ട് കൊടുക്കുന്നു, നോട്ട് കുട്ടികളോട് ബൈഹാർട്ട് ചെയ്യാൻ പറയുന്നു, അവരത് ബൈഹാർട്ട് ചെയ്യുന്നു, സ്വാഭാവികമായും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനമായി മാറുന്നു. നേരെ മറിച്ച് ഇന്ന് കണ്ടന്റിനേക്കാൾ, വിഷയത്തെക്കാൾ, സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് അത് പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ്. എങ്ങനെ പഠിക്കുന്നു എന്നതിനാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ആ പഠിക്കുന്ന മെത്തേഡ്, ആ ഒരു പ്രോസസ്, ആ പ്രവർത്തനത്തിനനുസൃതമായിട്ടാണ് ഒരു കുട്ടിയുടെ ക്വാളിറ്റി തീരുമാനിക്കപ്പെടുന്നത്, നിലവാരം തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ആ ലാംഗ്വേജിന്റെ തിയറി പഠിക്കുന്നതിന് പകരം അത് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ പഠിക്കുക, ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് പഠിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു പ്രോസസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ മാത്തമാറ്റിക്സിലൊക്കെ നമുക്ക് അറിയാം, പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരത്തിനല്ല പ്രാധാന്യം, ആ ഉത്തരം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു വഴി, ആ ഒരു മാർഗം, മെത്തേഡ്, അതിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ വിഷയ കേന്ദ്രീകൃതമല്ല ക്ലാസ് റൂം, മറിച്ച് പ്രവർത്തന കേന്ദ്രീകൃതമാണ് എന്ന ഒരു കാഴ്ചപ്പാട്. പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഹൗ, എങ്ങനെ പഠിക്കുന്നു, വാട്ട്, എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പണ്ട് ഇൻഡിവിജ്വൽ ലേണിംഗ് ആയിരുന്നു, ഒറ്റയ്ക്ക് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇത് എത്രമാത്രം സമ്മതിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള അജയൻ എന്ന് പറയുന്ന എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ സുഹൃത്ത്, അവൻ്റെ വീട്ടിന് പുറത്ത് വലിയ പറങ്കിമാവുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഞാനും എൻ്റെ ജ്യേഷ്ഠനും അജയനും ഒക്കെ പഠിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പണ്ട് ഇൻഡിവിജ്വൽ ലേണിംഗ് ആയിരുന്നു. ഓരോ കുട്ടിയും അവൻ ക്ലാസ്സിൽ നിന്നും അധ്യാപകൻ പറയുന്നത് കേൾക്കുന്നു, നോട്ട് എഴുതിയെടുക്കുന്നു, വീട്ടിൽ വരുന്നു, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിക്കുന്നു. ഇന്നെന്നാൽ കോപ്പറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്, സഹകരിച്ചു കൊണ്ടുള്ള പഠനം അല്ലെങ്കിൽ ഒന്നിച്ച് ചേർന്നുള്ള പഠനം. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ കാണാം. അത് ആളുകൾ പഠനം നടത്തുമ്പോൾ പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം, ചെറിയ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കുട്ടികൾ ഒന്നിച്ച് പഠിക്കും. ഇവിടെ ഒന്നിച്ച് പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേട്ടമായി പറയുന്നത്, ഇപ്പൊ രണ്ടുപേർ ഒന്നിച്ച് പഠിക്കുമ്പോൾ എന്നാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണമായിട്ട് മുമ്പ് പറയാറുണ്ട്, ഞാൻ ഫറൂഖ് BEd കോളേജിൽ പഠിച്ചിരുന്നു. അങ്ങനെ ആ കാലത്ത് കേരളത്തിലെ പ്രശസ്തമായ ഒരു സംഘടന സ്പോൺസർ ചെയ്ത് രണ്ടുപേർ ഡൽഹിയിൽ പോയി IAS പ്രിപ്പയർ ചെയ്തു. അവർ എക്സാം എഴുതി, രണ്ടുപേരും IAS പാസ്സായി. അതിൽ ജാഫർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഫറൂഖ് കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് ഫറൂഖ് BEd കോളേജിലെയും സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഫറൂഖ് BEd കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഈ ജാഫർ അവിടെ വന്നു ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി, ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ. അപ്പോൾ അവിടെ പറഞ്ഞത് അവർ 4 പേര് ഒന്നിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ പഠിക്കുന്ന ഒരു രീതി, 4 പേരും രാവിലെ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ 4 വ്യത്യസ്ത ഏരിയകൾ, ഓരോരുത്തരും ഓരോ വ്യത്യസ്ത ഏരിയ റെഫർ ചെയ്യും. അതിനുശേഷം ഒരു പ്രത്യേക സമയത്ത് അവർ 4 പേരും ഒന്നിച്ചിരുന്ന് ഓരോരുത്തരും റെഫർ ചെയ്ത ഭാഗം ഓരോരുത്തരും വിശദീകരിക്കും. കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. കാരണം ഒരാൾക്ക്, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ ഒരു ഭാഗം ചില കുട്ടികൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും, മറ്റു ചില ഭാഗങ്ങൾ മറ്റ് ചില കുട്ടികൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പൊ അവർ പരസ്പരം ഓരോരുത്തരും തങ്ങൾക്ക് അറിയുന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഫക്റ്റ്,
കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് ഇന്ന് നടക്കുന്നത് എന്നാണ് പറയുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നും പറയപ്പെടുന്നു. പണ്ട് ക്ലാസ് റൂമിൽ കൃത്രിമമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ജീവിതഗന്ധിയായ അനുഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നു. പണ്ട് ക്ലാസ് റൂമിൽ ഭാഷ പഠിപ്പിക്കുന്ന സമയത്ത് ഭാഷയുടെ നിയമങ്ങൾ പഠിപ്പിക്കുന്നു, കൃത്രിമമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു, ടെക്സ്റ്റ് ബുക്കിലുള്ള കഥകൾ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ക്ലാസ് റൂമിൽ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നാണ്. അതൊരു തിയറി പഠിപ്പിക്കുന്നതിന് പകരം ജീവിതഗന്ധിയായ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു പോലീസുകാരനും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്ന ഒരാളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ, പണ്ടാണെങ്കിൽ നമ്മൾ പാഠപുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭാഷണം ഉൾക്കൊള്ളിക്കുകയും അത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു കുട്ടിയെ പോലീസുകാരനാക്കുന്നു, മറ്റൊരു കുട്ടിയെ കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്ന ആളാക്കുന്നു. അവർ തമ്മിലൊരു സംഭാഷണം. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കഥകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ്. മറിച്ച് ഇന്ന് കുട്ടികളോട് അവരുടെ എക്സ്പീരിയൻസ് പറയാൻ പറയുന്നു. അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതഗന്ധിയായ അനുഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. പണ്ട് കുട്ടികൾ വിജ്ഞാനം സ്വീകരിക്കലായിരുന്നു. അഥവാ അധ്യാപകൻ പഠിപ്പിക്കുന്നു, കുട്ടികൾ അത് കേൾക്കുന്നു. കേൾക്കുന്ന കാര്യം എന്ത് ചെയ്യുന്നു? അവർ പിന്നീട് എക്സാമിന് എഴുതുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൺസ്ട്രക്റ്റിംഗ് നോളജ് ആണ് എന്നാണ്. ഇന്ന് കുട്ടികളാണ് വിജ്ഞാനം നിർമ്മിക്കുന്നത് എന്നാണ്. ഞാൻ വഴിയെ മറ്റൊരു വീഡിയോയിൽ എന്താണ് ഈ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്ന് പറയും. സോഷ്യൽ കൺസ്ട്രക്റ്റിസത്തിന്റെ ഭാഗമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് എന്താണ് എന്ന് പറയും. എങ്ങനെയാണ് കുട്ടികൾ വിജ്ഞാനം നിർമ്മിക്കുന്നത് എന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഏതായാലും പണ്ട് കുട്ടികൾ വിജ്ഞാനം സ്വീകരിക്കുന്ന സ്വീകർത്താവ് മാത്രമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികളാണ് വിജ്ഞാനം നിർമ്മിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അധ്യാപകൻ ഒരു സൗകര്യദാതാവാണ്. കുട്ടികൾക്ക് വിജ്ഞാനം നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കൊടുക്കുന്ന ഒരു ആൾ മാത്രമാണ് അധ്യാപകൻ. വിജ്ഞാനം നിർമ്മിക്കുന്നത് ആരാണ്? കുട്ടികളാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. പണ്ടത്തെ ഒരു ഭാഷാ പഠന രീതി എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു. അഥവാ ലാംഗ്വേജിന് വേണ്ടി ഒരു പ്രത്യേക ക്ലാസ് റൂം, ഒരു പ്രത്യേക അധ്യാപകൻ. ആ ലാംഗ്വേജ് ക്ലാസ് റൂമിൽ ഭാഷാ പഠന മുറിയിൽ അധ്യാപകൻ ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് ഭാഷ എന്ന് പഠിപ്പിക്കുന്നു, എന്താണ് ഭൂതകാലം എന്ന് പഠിപ്പിക്കുന്നു, എന്താണ് വർത്തമാനകാലം എന്ന് പഠിപ്പിക്കുന്നു, എന്താണ് ഭാവി കാലം എന്ന് പഠിപ്പിക്കുന്നു, ഭൂതകാലത്ത് ഉപയോഗിക്കുന്ന വാക്കെന്താണ്, വർത്തമാനകാലത്ത് ഉപയോഗിക്കുന്ന വാക്കെന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്നു. കുട്ടികൾ ഈ തിയറിയൊക്കെ പഠിക്കുന്നു, ഉത്തരം എഴുതുന്നു, വ്യാകരണ നിയമങ്ങൾ പഠിക്കുന്നു, ഉത്തരം എഴുതുന്നു. എന്നല്ലാതെ ഒരു മനോഹരമായ ഭാഷ ഒരിക്കലും അവൻ പഠിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലാംഗ്വേജ് ക്രൂസ് കരിക്കുലം എന്ന് പറയുന്ന ഒരു പുതിയൊരു ബോധന രീതിയാണ്, ഭാഷാ പഠന രീതിയാണ്. ഇവിടെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു ക്ലാസ് മുറി എന്ന ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി ലാംഗ്വേജ് ക്ലാസ് റൂമിൽ, ഭാഷാ ക്ലാസ് റൂമിലും മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിലും നല്ല ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആശയം. ഇപ്പം കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനും മനോഹരമായ ഒരു ഭാഷ പഠിപ്പിക്കണം, ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ മനോഹരമായ ഒരു ഭാഷ പഠിപ്പിക്കണം, ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകൻ മനോഹരമായ ഒരു ഭാഷ പഠിപ്പിക്കണം. ഭാഷാ പഠനം എല്ലാ ക്ലാസ്സുകളിലും നടക്കണമെന്നാണ്. അവിടെ കഷ്ണം വാക്കുകൾ ഉപയോഗിക്കുന്ന ആ പഠന രീതി മാറണമെന്നാണ്. അവിടെ പരിപൂർണമായ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായി സംസാരിക്കുന്ന രീതിയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് അവന് കൂടുതൽ സമയം നൽകിക്കൊണ്ടുള്ള ഒരു ഭാഷാ ബോധന രീതിയാണ്, ഭാഷാ
ബോധനത്തിലുള്ള ഒരു സമീപനമാണ്, ഒരു പുതിയ സ്ട്രാറ്റജിയാണ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. പണ്ട് ഒറ്റ മെത്തേഡ് ഉപയോഗിച്ചു. ആകെ ഉണ്ടായിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. പിന്നെ ഇമിറ്റേഷൻ മെത്തേഡ് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഒരു മെത്തേഡ്, ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു, ഞാൻ എന്താണ് ഇന്നലെ പഠിപ്പിച്ചിരുന്നത് എന്ന് ചോദിക്കുന്നു, ഇന്ന് ഞാൻ പുതിയൊരു പാഠം പഠിപ്പിക്കാൻ പോകുകയാണെന്ന് പറയുന്നു, പാഠത്തിന്റെ പേര് പറയുന്നു, പാഠം വായിക്കാൻ തുടങ്ങുന്നു, അതിനുശേഷം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നേരത്തെ പഠിപ്പിച്ച ഭാഗത്തിലുള്ളതാണ്. ചോദ്യങ്ങളുടെ ഉത്തരം അധ്യാപകൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു 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 ബോധന മാർഗം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബോധന രീതി. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ മൾട്ടി മെത്തേഡ് ക്ലാസ്സാണ്. വ്യത്യസ്തമായ ബോധന രീതികളാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ചർച്ചാ രീതി കാണാം, സംവാദ രീതി കാണാം, അവിടെ നിങ്ങൾക്ക് സംഭാഷണ രീതി കാണാം, അവിടെ നിങ്ങൾക്ക് നാടകവൽക്കരണം കാണാം, അവിടെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ തന്നെ പലതരത്തിലുള്ള ബോധന രീതികൾ. സാഹചര്യങ്ങൾക്കനുസരിച്ച് അധ്യാപകൻ പുതിയ പുതിയ ബോധന രീതികൾ ഉപയോഗിക്കുന്ന ഒരു 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 ബഹുബോധന ക്ലാസ് റൂമുകൾ അങ്ങനെയായി മാറിയിട്ടുണ്ട് ആധുനിക ക്ലാസ് റൂം. അതാണ് ആധുനിക കാഴ്ചപ്പാട്. ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു ആധുനിക മാതൃക, ഒരു ആധുനിക കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. പണ്ട് കൾച്ചറലി ബയാസ്ഡ് പെഡഗോജി ആയിരുന്നു, സാംസ്കാരികമായി പക്ഷപാതിത്വമുള്ള ഒരു ബോധന രീതിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ സാംസ്കാരിക പ്രതികരണീയ ബോധന രീതിയാണ് ഉപയോഗിക്കുന്നത്. അഥവാ പണ്ട് നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ജീവിക്കുന്ന, സമൂഹത്തിലെ പ്രധാനപ്പെട്ട സംസ്കാരത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവരുടെ സംസ്കാരം, അവരുടെ കലാരൂപങ്ങൾ, അവരുടെ ഭാഷ, അവരുപയോഗിക്കുന്ന ഭാഷ, ഇതൊക്കെ മാത്രമായിരുന്നു നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിച്ചിരുന്നത് എന്നാണ്. അതൊരു പക്ഷപാതിത്വമാണ്. കാരണം സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ക്ലാസ് റൂമിൽ ഉണ്ടാകും. വ്യത്യസ്ത ഭാഷാ രീതികൾ സംസാരിക്കുന്നവർ, ഡയലക്റ്റുകൾ സംസാരിക്കുന്നവർ, അല്ലെ, പ്രാദേശിക ഭാഷാ രീതികൾ സംസാരിക്കുന്നവരൊക്കെ ക്ലാസ് റൂമിലുണ്ട്. അപ്പൊ അവരൊന്നും പരിഗണിക്കാതെ ഒരു വിഭാഗത്തിന്റെ ഭാഷ മാത്രം സംസാരിക്കുക, ഒരു വിഭാഗത്തിന്റെ കലാരൂപങ്ങൾ മാത്രം ഉപയോഗിക്കുക. മിക്കവാറും സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ കലാരൂപങ്ങൾ മാത്രം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായി ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികളുടെയും വ്യത്യസ്ത സാംസ്കാരിക ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന കുട്ടികളുടെയൊക്കെ സംസ്കാരം പരിഗണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു രീതി, അതാണ് ഇത് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോജി. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരേ ഭാഷയുടെ, ഇപ്പൊ മലയാളമാണെങ്കിൽ മലയാളത്തിന്റെ തന്നെ 4 വകഭേദങ്ങൾ സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ നാല് വിഭാഗവും സംസാരിക്കുന്ന മലയാള ഭാഷയുടെ വകഭേദം ടീച്ചർ ക്ലാസ് റൂമിൽ ഉപയോഗിക്കണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് മാറി. കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോജി അഥവാ സാംസ്കാരിക പ്രതികരണീയ ബോധന ശാസ്ത്രമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നാണ്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് സാംസ്കാരിക പക്ഷപാതിത്വമുള്ള ബോധന രീതിയായിരുന്നു എന്നാണ്. പണ്ട് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഇൻഡോർ മാത്രമാണ്. രാവിലെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി. എല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. ഫാക്ടറിയെ കുറിച്ച് പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. ട്രെയിനിനെ കുറിച്ച് പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. വിമാനത്തെ കുറിച്ച് പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. എന്നാൽ ഇന്ന് അത് മാറി എന്നാണ്. ഇന്ന് ഇൻഡോറും ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട് എന്നാണ്. ക്ലാസ് റൂമിൽ മാത്രമല്ല, ക്ലാസ് റൂമിന്റെ പുറത്തുണ്ട്. ട്രെയിനിനെ കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും, ട്രെയിൻ കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കുട്ടി നേരിട്ട് ആരോട് പോയി ചോദിക്കും? റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കും. കൗണ്ടറിൽ പോയി കാണും എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്ന്. അല്ല, ആ ഒരു രീതിയിലേക്ക്. അതുപോലെ തന്നെ ഫീൽഡ് ട്രിപ്പുകൾ പോകും. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഒരു ഫീൽഡ് ട്രിപ്പ് പോകും. പണ്ട് വെറും ഇൻഡോർ മാത്രമായിരുന്നു, ക്ലാസ് റൂമിൽ മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പുറത്തും പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നത്. ഇൻഡോർ പ്ലസ് ഔട്ട്ഡോർ ആണ് എന്ന ഒരു പെഡഗോജിക്കൽ ഷിഫ്റ്റ്, അങ്ങനെ ഒരു മാറ്റം ബോധന രംഗത്തുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇവാലുവേഷനിലേക്ക് വരികയാണെങ്കിൽ പണ്ട് വെറും വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു, വിലയിരുത്തലായിരുന്നു.
ഒരു 4 മാസം കൂടുന്ന സമയത്ത് അതുവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലുള്ള കുറെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു, കുട്ടി വരുന്നു, ഉത്തരം എഴുതുന്നു. ആകെ നോക്കുന്നത് അവന്റെ ബൈഹാർട്ടിങ് കപ്പാസിറ്റി മാത്രമാണ്. മാത്രമല്ല, ഇനിയിപ്പോ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി പനിച്ചു കിടക്കാണ്, അല്ലെങ്കിൽ അവൻ ആ സമയത്ത് അതിന്റെ 2-3 ദിവസം മുമ്പ് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അവനൊന്നും പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവൻ നന്നായി എഴുതാൻ സാധിക്കണം എന്നില്ല. ഇനി നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്ക് ചിലപ്പോൾ അത് നന്നായി പറയാൻ സാധിക്കും, എഴുത്തിലൂടെ അത് പുറത്തു വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആശ്രയിക്കാൻ പറ്റാത്ത അഥവാ അവലംബിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തികച്ചും വിഷയം മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് വാല്യൂഷൻ ആണ്, തുടർച്ചയായും സമഗ്രവുമായുള്ള വിലയിരുത്തൽ. തുടർച്ചയായി എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവൻ നിങ്ങൾ അവരെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവരെ നിരീക്ഷിക്കുകയാണ്, നിങ്ങൾ അവരുടെ സംസാരിക്കാനുള്ള കഴിവ്, അവരുടെ ആശയവിനിമയം നടത്താനുള്ള കഴിവ്, കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, തുടർച്ചയായിട്ടുണ്ട്. കാരണം നിങ്ങൾ വർഷത്തിന്റെ ഏതെങ്കിലും ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു എക്സാം നടത്തിയിട്ടല്ല വിലയിരുത്തൽ നടത്തുന്നത്, മറിച്ച് വർഷം മുഴുവൻ, ഒരു അക്കാദമിക വർഷം മുഴുവൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കോംപ്രിഹെൻസീവ്, സമഗ്രം എന്ന് പറയുന്നത്? നിങ്ങൾ അവനെ എഴുതാനുള്ള കഴിവ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, അവന്റെ ബൈഹാർട്ടിങ് കപ്പാസിറ്റി അല്ല, ഇന്റലിജൻസ് അല്ല നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്, മറിച്ച് അവന്റെ വ്യക്തിത്വത്തിന്റെ, പേഴ്സണാലിറ്റിയുടെ ഓരോ ഡൊമൈനും, ഓരോ ഏരിയയും നിങ്ങൾ ചെക്ക് ചെയ്യുന്നു. അവന്റെ ഓർഗനൈസിങ് കപ്പാസിറ്റി, കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള കഴിവ്, നേതൃപാടവം, സംസാരിക്കാനുള്ള കഴിവ്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, അല്ലെ, ഒരു കാര്യം വിശദീകരിക്കാനുള്ള കഴിവ്, ഒക്കെ അവന്റെ പേഴ്സണാലിറ്റിയുടെ, വ്യക്തിത്വത്തിന്റെ ഓരോ ഭാഗവും, മുഴുവൻ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ സമഗ്രമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അപ്പൊ തുടർച്ചയായ വിലയിരുത്തലാണ്, സമഗ്രമായ വിലയിരുത്തലാണ്. അതാണ് കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് വാല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടെന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ ബൈഹാർട്ടിങ് കപ്പാസിറ്റി മാത്രം ചെക്ക് ചെയ്യാനുള്ള വിലയിരുത്തലായിരുന്നു, ഇവാലുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. പണ്ട് വെറും സ്കൂളിംഗ് മാത്രമാണ്, സ്കൂളിൽ നിന്ന് പഠിച്ച അവിടെ തീർന്നു. എന്നാൽ ഇപ്പോൾ തുടർച്ചയായ സ്വയം പഠനമാണ്. അതുകൊണ്ടാണ് യുനെസ്കോ ഒക്കെ പറഞ്ഞിട്ടുള്ളത്, യുനെസ്കോ വിദ്യാഭ്യാസത്തിന്റെ 1ാമത്തെ തൂണായി പറഞ്ഞിട്ടുള്ളത് ലേണിംഗ് ടു നോ എന്നാണ്. ലേണിംഗ് ടു നോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വിജ്ഞാന ശകലങ്ങൾ കരഗതമാക്കുക എന്നല്ല, മറിച്ച് എന്താണ്, താൻ പഠിച്ചത് ഒരു അടിസ്ഥാനമാക്കിക്കൊണ്ട് കൂടുതൽ പഠിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ അതാണ്, ഇപ്പൊ കണ്ടിന്യൂസ് സെൽഫ് സ്റ്റഡിയാണ്. കുട്ടികൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ടും, അവർ പത്രങ്ങൾ വായിച്ചിട്ടും, അവർ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒക്കെ എക്സ്ട്രാ റീഡിങ് നടത്തിയിട്ടൊക്കെ എന്താണ്, സ്വന്തമായി പഠിക്കാണ്. പണ്ടതില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് ഫിലോസഫിക്ക് അനുസരിച്ചാണ്. ഫിലോസഫി എന്ന് പറയുന്നത് കാഴ്ചപ്പാടാണ്. ആളുകളുടെ കാഴ്ചപ്പാട് അവരുടെ ജീവിത അനുഭവങ്ങൾക്കനുസരിച്ച് മാറാം. അങ്ങനെ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകൾക്ക് പിന്നിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു തെളിവുണ്ടാകണമെന്നില്ല. ഫിലോസഫിക്കൽ അസംഷൻസ് എന്നാണ് പറയുന്നത്. അഥവാ ഒരു തത്വചിന്താപരമായിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന അവരുടെ ചില നിഗമനങ്ങൾ, ആ നിഗമനങ്ങൾക്ക് അനുസരിച്ച് അവർ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നു. ആ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ ബോധന രീതികൾ തീരുമാനിക്കുന്നു, വിദ്യാഭ്യാസത്തിലെ ഡിസിപ്ലിൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ആധുനിക മനഃശാസ്ത്രത്തിനനുസരിച്ചാണ്. ആധുനിക മനഃശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അഥവാ വളർച്ചയും വികസനവും എന്ന് പറയുന്ന കാഴ്ചപ്പാട്, ആധുനിക മനഃശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന കൗമാര കാലഘട്ടത്തിലുള്ള പ്രത്യേകതകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തെ ഏത് ബോധന രീതി സ്വീകരിക്കണം, കുട്ടിക്കാലത്ത് ഏത് ബോധന രീതി സ്വീകരിക്കണം, 8ാം ക്ലാസ്സിലെത്തുമ്പോൾ ഏത് ബോധന രീതി സ്വീകരിക്കണം. കാരണം ആ കാലഘട്ടത്തിലുള്ള അവരുടെ വളർച്ചയും വികാസവും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രത്യേകതകളൊക്കെ നോക്കിയിട്ട്, മനഃശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയിട്ട്, ആധുനിക മനഃശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ബോധന രീതികളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്, വിദ്യാഭ്യാസ രംഗത്തെ പാഠ്യപദ്ധതികൾ തീരുമാനിക്കപ്പെടുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മുന്നോട്ട് വെക്കുന്ന തത്വചിന്തയ്ക്കനുസരിച്ചായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഭയങ്കര ശിക്ഷയായിരുന്നു എന്നാണ്, അടിച്ച് ശരിയാക്കുന്നത് അധ്യാപകർ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ അധ്യാപകർക്ക് ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് എന്നാണ്. അധ്യാപകർ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പകരം അവരോട് മനഃശാസ്ത്രപരമായി അവരെ സമീപിക്കുന്നു.
അങ്ങനെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു, അവർക്ക് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെ അധ്യാപകരും കുട്ടികളൊക്കെ ചേർന്നുള്ള ഒരു പഠന രീതി, അധ്യാപകർ മനഃശാസ്ത്രപരമായി കുട്ടികളെ സമീപിക്കുന്ന ഒരു രീതിയാണ് ആധുനിക കാലഘട്ടത്തിലുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു താരതമ്യ പഠനം. ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കേണ്ടി വരും. കാരണം പ്ലാറ്റോയൊക്കെ കുറ്റം പറയുന്ന ആളുകൾ ഇപ്പോൾ പ്ലാറ്റോയെ മോഡേൺ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട പ്രചാരകിൽ ഒരാളായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പലതും ചിലപ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ പലപ്പോഴും ഇതൊക്കെ അത്ര ഒരു വളരെ ആക്യുറേറ്റ് ആണെന്ന് പറയാമെങ്കിൽ, പക്ഷെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു പെഡഗോജിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പഴയ കാലഘട്ടത്തിൽ നിന്നും പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു പെഡഗോജിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.